നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിഷ്ണുട്ടാ, നമുക്ക് വീട് വരെ ഒന്ന് പോണം ഉടനെ തന്നെ. എന്തേ? കാര്യമൊക്കെ ഞാൻ പറയാം, പാഴാക്ക സമയമില്ല. വാ. അല്ല എടോ, മുറ്റത്തെ പ്ലാവിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു ആ ബോഡി കണ്ടത്. പോസ്റ്റ്മോർട്ടത്തിന് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നടപടികളൊക്കെ പൂർത്തിയാക്കി ബോഡി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അതിനിടയിലാ ഞങ്ങൾ കുടുംബശ്രീയിലേക്ക് പോകുന്നത്. ആരാ ഈ ഓലപ്പുര ഇവിടെ കെട്ടിയത്? ആരാന്ന്? ആരാന്നല്ലേ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നേ? ശാലിനി, അമ്മ എന്താ ഇതൊക്കെ? ആരാ ഇതൊക്കെ ചെയ്തേ? ആരാന്നല്ലേ ചോദിച്ചേ? ഞാനാടി. എന്താടി, കുഴപ്പമുണ്ടോ? ഇപ്പൊ ഈ നിമിഷം ഇത് ഇവിടുന്ന് പൊളിച്ചു മാറ്റിക്കോ ശാരികേച്ചി, അതാ നല്ലത്. പൊളിച്ചു മാറ്റാനാണെങ്കിലേ ഇത് കെട്ടിയുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോടി. ശരീചി, തികഞ്ഞ മര്യാദ കേടാ ഈ കട്ടുന്ന. ഓർത്തോ? എന്ത് മര്യാദ കാണുന്നാടി? എനിക്കും ജീവിക്കണം. കുടുംബശ്രീയുടെ പാതി എനിക്ക് തരാനും ഞാൻ ഇവിടെ കച്ചവടം നടത്തി ജീവിക്കാന്നും ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ നിനക്കൊക്കെ കുടുംബശ്രീ വെട്ടിമുറിക്കുന്നതിന് നെഞ്ചുരുക്കം അല്ലേ? വെട്ടിമുറിക്കണ്ട, വെച്ചങ്ങ് അനുഭവിച്ചോ. ഞാനിവിടെ വേറെ ഹോട്ടൽ നടത്തിക്കോളാം. ശാരികേച്ചി ഇവിടെ ഹോട്ടൽ നടത്താൻ പോകുന്നില്ല, ശാലിനിയാ പറയുന്ന. ചാൻസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ സാറേ. അപ്പോ നമ്മൾ ഇറങ്ങിയാലേ പറ്റൂ. ശാരികേച്ചി എടുത്താ ഞാൻ പറഞ്ഞത്. മോളെ ശാലിനി, നീങ്ങി വന്നേ. അവൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടട്ടെ. വിട്ടെ, അങ്ങനെ എന്തെങ്കിലും കാണിക്കാൻ വിടാൻ പറ്റില്ല മോളെ. അവളെ വിടമേ. അവൾ എന്താ ചെയ്യുന്നെന്ന് ഞാനൊന്ന് കാണട്ടെ. എന്താ കാണിക്കുന്നെന്ന് കാണണമല്ലേ? കാണിച്ചു തരാം. ഒരു ഹോട്ടലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.